അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, സ്രഷ്ടാവിന് നന്ദി ചെയ്യുക എന്നതാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നത്, നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് സമാധാനിക്കാം. അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ദാനധർമ്മം ഇതൊക്കെ സത്യത്തിൽ ശുക്റുകളാണോ, നന്ദി പ്രകടനങ്ങളാണോ? എപ്പോഴാണ് ഇത് നന്ദിയായിട്ട് മാറുന്നത്? ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം സൂറത്തു സബയിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല കൊണ്ടുവരുന്നുണ്ട്. ഇഅ്മലു ആല ദാവൂദ ശുക്ര. ഓ ദാവൂദ് നബിയും കുടുംബമേ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യണം. ശുക്ർ ചെയ്യുന്ന നിലക്ക് നിങ്ങൾ അമല് ചെയ്യണം. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ എങ്ങനെയാണ് നിനക്ക് ശുക്ർ ചെയ്യുന്നത്? കൈഫ അഷ്കുറുക, നിനക്ക് ഞാൻ എങ്ങനെയാണ് ശുക്ർ ചെയ്യുന്നത്? ശുക്രി നിഅമത്തും മിൻക, ഞാൻ നിനക്ക് ചെയ്യുന്ന ശുക്റും നിന്നിൽ നിന്നുള്ള നിഅമത്ത് തന്നെയല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ശുക്ർ, നന്ദി പ്രകടനം, അത് നീ എനിക്ക് നൽകുന്ന ഒരു നിഅമത്ത് തന്നെയല്ലേ? അതായത് നമ്മുടെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ശുക്റാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു നിഅമത്താണത്, അല്ലേ? ദാനധർമ്മം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് ശുക്റാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു നിഅമത്താണ്. ധർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുക എന്നത് അള്ളാഹു തആല നൽകുന്ന ഒരു നിഅമത്താണ്. അള്ളാഹു തആല പറഞ്ഞു, അൽ ആൻ അറഫ്തനി വശക്കർതനി. ദാവൂദ് നബിയെ, ഇപ്പോൾ അങ്ങ് എന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യുന്ന ശുക്ർ ഞാൻ നിനക്ക് ചെയ്യുന്ന നിഅമത്താണ് എന്ന തിരിച്ചറിവുണ്ടല്ലോ, അതാണ് നന്ദിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം തന്നെ അള്ളാഹു നമുക്ക് ചെയ്യുന്ന നിഅമത്താണ്. അങ്ങനെ വരുമ്പോൾ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും നമ്മൾ അഹങ്കരിക്കില്ല. കാരണം എന്താണ്? അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് അള്ളാഹുവിനുള്ള ശുക്റായിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹു തആല നന്ദിയുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.